കുറേയധികം നാളുകൾക്ക് ശേഷം താരപുത്രികളായ അഹാനയും ഇഷാനിയും ഹൻസികയും ഒരുമിച്ച് ഒരു നൃത്തം ചെയ്ത് എത്തുകയാണ്. കുറേയധികം നാളുകളായി ഇവരിങ്ങനെ നൃത്തം കമ്പോസ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കായിരുന്നു അഹാനയുടെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ പൂക്കൾ റിലീസായത്. അതുമായി സംബന്ധിച്ച് അതിലെ ഗാനം തന്നെയാണ് ഇവർ നൃത്തം ചെയ്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഒരാളെ കാണാനില്ല, ദിയയാണ് കാണാനില്ലാത്തത്. എല്ലാവരും ദിയയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ദിയ ഇതിന് താഴെ കമൻറ്റ് ചെയ്തെത്തുന്നു. അപ്പോൾ തന്നെ അഹാന പറഞ്ഞു മര്യാദയ്ക്ക് അടുത്ത തവണ എത്തിയേക്കണമെന്ന്. എന്നാൽ അതിന് മറുപടി ഒന്നും നൽകാതെ ദിയ മിണ്ടാതിരുന്നു. അഹാന മുതിർന്ന സഹോദരിയാണെന്നുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വല്ലാത്ത അടുപ്പമില്ല എന്ന് നമുക്കറിയാം. ഇഷാനിയും ഹൻസികയുമായി ദിയ സംസാരിക്കുന്നത് പോലെ അഹാനയുമായി ആരും സംസാരിക്കാറുമില്ല, വളരെ കുറവാണ്. കുറച്ചുകൂടി മുതിർന്ന കുട്ടിയെപ്പോലെയാണ് അമ്മു എപ്പോഴും പെരുമാറാറുള്ളത് എന്നാണ് അഹാനെ പറ്റി ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചേച്ചി എന്ന രീതിയിൽ എല്ലാ ബഹുമാനവും സ്നേഹവും ദിയയും ഇഷാനിയും അഹാനയ്ക്ക് നൽകുന്നുണ്ട്. ഇപ്പോഴും അഹാന അത് പറയുമ്പോൾ എതിർത്തൊന്നും പറയാതെ അല്ലെങ്കിൽ തർക്കുത്തരം പറയാതെ ഇരിക്കുകയാണ് ദിയ ചെയ്യുന്നത്. ഓസി നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് സിന്ധു ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സിന്ധുവിനും സിന്ധുവിൻ്റെ സുഹൃത്ത് ഹസീനയ്ക്കുമൊക്കെ മറുപടിയായി ദിയ എത്തിയിട്ടുണ്ടെങ്കിലും അഹാനയ്ക്ക് മറുപടി നൽകിയിട്ടില്ലായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ പവിഴമല്ലി ഡാൻസുമായി ഹൻസികയും ഇഷാനിയും എത്തിയിരുന്നു. അതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു. സഹോദരിമാർ ഡാൻസ് കളിച്ചെത്തിയപ്പോൾ അത് ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറി. വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ അത് ശ്രദ്ധിച്ചതും. കുറേയധികം നാളുകളായി ട്രെൻഡ് കഴിഞ്ഞിട്ട് എന്നിട്ടും ഇഷാനിയും ഹൻസികയും പുതിയ നൃത്തവുമായി എത്തിയല്ലോ. അത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ അത് മാറുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തിലാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും അഹാനെക്കുറിച്ചും ഇതുപോലെ ഹൻസികയെക്കുറിച്ചും ദിയയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെങ്കിലും തനിക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കുകയും അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ദിയ കൃഷ്ണ. എന്നാൽ അഹാന ഇത് പറഞ്ഞപ്പോൾ ദിയ ഒരു മറുപടിയും പറഞ്ഞില്ല, എതിർത്തു നിന്നില്ല, മറ്റൊന്നും സംസാരിച്ചുമില്ല. വളരെ തന്മയത്വത്തോടെ തന്നെ അതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. വളരെ നന്നായി തന്നെ ദിയ മിണ്ടാതിരിക്കുമെന്നും അഹാന പറഞ്ഞാൽ അപ്പോൾ ദിയ മിണ്ടാതിരിക്കുമോ എന്ന് പ്രേക്ഷകർ പിന്നാലെ ചോദിക്കുകയും ചെയ്തു. കുഞ്ഞുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദിയ ഇപ്പോൾ ഡാൻസ് കളിക്കാത്തത്, അല്ലെങ്കിൽ കുഞ്ഞിന് ശേഷം കുറച്ച് വണ്ണം വച്ചിരിക്കുന്ന ശരീരമായതുകൊണ്ടുമായിരിക്കാം. കുഞ്ഞിന് ഇപ്പോൾ മുലയൂട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ അമ്മമാർ ആരോഗ്യപരമായി ഇരിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞിന് നല്ല പോഷകാഹാരമുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് അതിലൊന്നും തെറ്റില്ല. ദിയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവർക്കൊന്നും അതറിയില്ലല്ലോ. അവരുടെ മുഖം നേരാവണ്ണം കണ്ണാടിയിൽ നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ദിയ തന്നെ ഇടയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെ നന്നായി തന്നെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.